ഹലോ എവരി വൺ, ഇതിൻ്റെ ഫസ്റ്റത്തെ FF ആണ്. സോ അത് അതിൻ്റേതായ എല്ലാ തെറ്റുകളും ഉണ്ടാകും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ഓക്കെ, ലെറ്റ്സ് ഗോ. സഹായത്തിന് നേരം വിളിക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് മൂത്താന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായത്തിൻ്റെ പക്വത വേണ്ടേ? ബൂസ്റ്റ് ഹോർലിക്സും കക്കാങ്കറി ഇവിടെ മഞ്ഞപ്പൊടി എവിടെ മുളക് പൊടി എവിടെയെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തൊരു കഷ്ടമാണ്. രണ്ടാമതെങ്കിലും നേരെയാവെന്ന് വിചാരിച്ചപ്പോൾ ജനിച്ചപ്പോഴേ അവൻ താൻ തോന്നി. കുടുംബത്തിലും കയറത്തില്ലാതെ ഇങ്ങനെ നടക്കും. ഉള്ള പെണ്ണാണെങ്കിൽ ഉറക്കുന്ന വിചാരം മാത്രമേ അവക്കുള്ളൂ. എന്തൊരു കഷ്ടമാണ്. ഞാൻ ആരെ പറ്റി പറയാനാ? നിങ്ങളുടെ അതേ അച്ചടി കോപ്പി 3 എണ്ണങ്ങൾ ഇവിടെ ഇല്ലേ? അതുങ്ങളെ തന്നെ മനുഷ്യ മാറിപ്പൊക്കോ. ഇല്ലാന്നുണ്ടെങ്കിലോ ദോഷത്തെ വെളിയാൻ തലക്കറി. നിങ്ങൾ ഈ റബ്ബർ വെട്ടാൻ തൊപ്പിയിട്ടുണ്ടോ എങ്ങോട്ടാ? എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? ഇന്ന് പൊന്നിന് ബാംഗ്ലൂർ പോകേണ്ട ദിവസമാണോ? അവളുടെ ഫ്ലൈറ്റ് എങ്ങാനും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ലേ. എനിക്കറിയാം, ഞാനീ പറയുന്നതൊക്കെ കേട്ട് അവളെ കിടക്കുമായിരിക്കും. പച്ചക്കറി ഇതിന് ഇത്ര നീട്ടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിന്റെ കൈയും കാലും ആയിരിക്കും. എന്നാൽ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാ? മോളെ ജീനി, ഈ ഉള്ളി 4 ആയിട്ട് വെട്ടണോ 8 ആയിട്ട് വെട്ടണോ? എനിക്ക് അത് ഏത് രീതിക്ക് വെട്ടണമെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെട്ടിത്തരാമോ? ജിനി, ഇത് ഈ പടവല ഞങ്ങൾക്ക് വെട്ടിയിട്ട് വെട്ടുകൊള്ളുന്നില്ല. ഇത് എന്നതാണ് ദൈവമേ? അതെങ്ങനെയായിട്ട് ഞാൻ മാത്രം ശ്രമിച്ചാൽ മതിയോ? ഇവരും കൂടെ സഹകരിക്കേണ്ടത് ഇതിനൊക്കെ. അതിന് ഞാൻ നിങ്ങൾക്ക് പടവലങ്ങ വെട്ടാൻ തന്നില്ലല്ലോ. ഓ എന്റെ പൊന്നു മനുഷ്യ, അതെങ്ങനെയാ? പടവലങ്ങയും ക്യാരറ്റും തിരിച്ചറിയാൻ പറ്റാത്ത തന്നെയാണല്ലോ ദൈവമേ എന്റെ പിള്ളേർക്കും എനിക്കും ഉണ്ടായി പോയത്. വെറുതെ അല്ല, ഉണ്ടായ മക്കളും എങ്ങനെയായിപ്പോയെ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ആ പൊന്നിനെ കണ്ടോ? അവൾ ഇപ്പോഴും ഫോണിൽ കളിച്ച് കിടന്നുറങ്ങുമായിരിക്കും. എനിക്കറിയാം, ഞാൻ പറയുന്ന എല്ലാം കേട്ടോണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പൊന്നു, ഇനി ഞാൻ അങ്ങോട്ടൊന്ന് ചൂടുവെള്ളം തലക്കൊഴിക്കും. പൊന്നുവേ, ഇനി ഒരു വിളി ഞാൻ വിളിക്കില്ല. ഇനി നീ എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ചട്ടുകം പൊഴിപ്പിച്ച് നമുക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്കിന്ന് പോകേണ്ടതാണോ? അങ്ങനത്തെ എന്തെങ്കിലും വിചാരം നിനക്കുണ്ടോ? എൻ്റെ പൊന്നമ്മേ, ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഞാനിവിടെ ഉള്ളൂ. അമ്മയെ കുറച്ചെങ്കിലും ക്ഷമ കാണിച്ചൂടെ? എന്തൊരു കഷ്ടമാണ്. ഏത് നേരത്താണോ ദൈവമേ ഈ അച്ഛൻ ഈ അമ്മേനെ അടിച്ചുകൊണ്ട് വരാൻ തോന്നിയത്? എൻ്റെ പൊന്നച്ഛ, അറ്റ്ലീസ്റ്റ് അച്ഛൻ കൊണ്ടുവരുമ്പോൾ ഇതുപോലത്തെ രണ്ട് എത്രയോ നല്ല അമ്മമാരുണ്ട്, അവരെയൊക്കെ കൊണ്ടുപോയി. അപ്പുറത്തെ വീട്ടിലെ ഗ്രേസി ആൻറ്റി, ഓഹ് അത് എന്നാ അടിപൊളിയാ. ആ ചിന്നുവിനെ എങ്ങനെയാ നോക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ആഹാ, നീയാണ് കൊള്ളാലോ. നിന്റെ അച്ഛൻ്റെ അടുത്തേ ആദ്യമേ എന്നെ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ പറഞ്ഞതാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയെന്ന്. അങ്ങേർക്ക് എന്നെ പുറകിൽ നിന്ന് മാറത്തില്ല. അവർക്ക് ഇല്ല, വേണ്ട, അമ്മ എന്നെ പറ്റിക്കും. ഇല്ലടെ പൊന്നേ, അമ്മയുടെ മോളല്ലേ, വാതർക്ക്. ഇന്നും കൂടെ അല്ലേ അമ്മയുടെ കൂടെ ഉള്ളൂ. ആ പിന്നെ പറഞ്ഞു വന്നത്, നിന്റെ അച്ഛനെ ഞാനേ അങ്ങേരുടെ പുറകെ നടന്നൊന്നല്ല, എന്നെ അങ്ങേരെ വളച്ച് വീഴ്ത്തിയതാ. അതിന്റെ കുറ്റബോധം അച്ഛൻ്റെ മുഖത്തെ നല്ല രീതിക്ക് കാണുന്നുണ്ട് അമ്മേ. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ മുഖം മാറുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, അച്ഛാ നമുക്ക് ഈ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ ഗ്രേസ് ആൻറ്റി ഒന്ന് ട്രൈ ചെയ്താലോ? അതാവുമ്പം എടി പെണ്ണേ
എൻ്റെ വായിരിക്കുന്നത് നീ കേൾക്കാൻ നിൽക്കണ്ട. നീ എന്നെ ഇവിടെ നിന്ന് പോകുക എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം ഞാൻ നിനക്ക് ക്ഷമിച്ചു തരാം. പിന്നെ ആ ഗ്രേസി, ഈ ജീനിയുടെ സൗന്ദര്യത്തിൻ്റെ ഏലകത്ത് വരുമോ അവള്? പിന്നെ നിനക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ? ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. ബാംഗ്ലൂരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊക്കെ കൂട്ടും കൂടി പോയിട്ടേ വല്ല കുരുത്തക്കേട് വല്ല ഒപ്പിച്ചാ അറിയാലോ, മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മര്യാദയ്ക്ക് പോയ കാര്യം തീർത്തിട്ട് തിരിച്ചു വന്നോണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ അപ്പൻ നിനക്ക് സപ്പോർട്ട് നിൽക്കുന്നതെന്ന് നീ വിചാരിക്കണ്ട. ഇങ്ങേറെ കാര്യം ഞാൻ ആദ്യമായിരിക്കും തല്ലി ഓടിക്കുന്നത്. എന്നിട്ടേ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുള്ളൂ. പിന്നെ പഠിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പഠിക്കാൻ പോകണം. അല്ലാതെ കറങ്ങിത്തിരിഞ്ഞ് രാത്രി കയറി വീട്ടിൽ വന്നിട്ട് അമ്മ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്നുള്ള പറച്ചിൽ വേണ്ട. നിങ്ങളോടും കൂടെയാ. ജീനി മാം അതോർത്ത് പേടിക്കണ്ട, അവളിവിടെ സേഫായിരിക്കും, പേടിക്കണ്ട. അമ്മയുടെ മോളെ നോക്കിയേ, വീട്ടിൽ കളിക്കുന്ന കളി എന്തെങ്കിലും നീ ഇവിടെ കാണിച്ചാ എന്നെ വെറുതെ ഇങ്ങോട്ട് വരുത്തിച്ചേക്കരുത്. എൻ്റെ പൊന്നച്ച, ഈ അമ്മേനെ പിടിച്ചോണ്ടൊന്ന് പോകാവോ? അമ്മ ഒന്ന് പൊക്കേ. ജീനി മാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇവിടെ സേഫായിരിക്കും. പിന്നെ ഞങ്ങൾ എപ്പോൾ വേണേലും മാമിനെ കോണ്ടാക്ട് ചെയ്യാം, ഓക്കെ? അങ്ങനെ നമ്മുടെ ഭദ്ര അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയായിട്ടോ. നമ്മുടെ പൊന്നസേ, ഇത് അവളുടെ മാത്രം യാത്രയല്ല, നമ്മളുടെ കൂടെയാണ്. ചില സത്യങ്ങളിലേക്കുള്ള യാത്രയാണ്. അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ ചില സത്യങ്ങൾ നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനൊരു യാത്രയും കൂടിയാണിത്. മോളെ ഭദ്രേ, ജാനകി മാമും ജോൺ സാറും ഞങ്ങളെ കൂടെ വിശ്വസിച്ചും കൂടെ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചേക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങൾക്കും പോകരുത്, നല്ല കുട്ടിയായിട്ടിരിക്കണം. പിന്നെ മുകളിലെ സെക്കൻഡ് ഫ്ലോറിൽ കാണുന്ന ആദ്യത്തെ റൂം മോളെടുത്തു. അവിടെ മുന്നേ 2 കുട്ടികളുണ്ടായിരുന്നു, അവരുടെ സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ മോളുടെ കബോർഡ് യൂസ് ചെയ്തോളൂ കേട്ടോ, അത് കുഴപ്പമില്ല. റൂമും കാര്യങ്ങളൊക്കെ കൊള്ളാം, എനിക്കിഷ്ടമായി. ഇനി വേണേ ഈ ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ. എത്ര നാളായി ആ വീട്ടിൽ തന്നെ ഒന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിച്ച എൻ്റെ ജീനി മമ്മി ഇതിനൊന്നും സമ്മതിക്കത്തില്ലല്ലോ. എന്ത് ഭംഗിയാ! ഇനി ഞാനൊരു വെലിസ് ഈ ബാംഗ്ലൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ഇനി ജോലിയും കാര്യങ്ങളൊക്കെ പിന്നെ. എൻ്റെ ബാഗും കാര്യങ്ങളൊന്നും ഞാൻ അടുക്കി വെച്ചിട്ടില്ല. ജീനി മമ്മീനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അമ്മയുള്ളപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിയുന്നില്ലായിരുന്നു. എന്നാലും ഇതിനു മുന്നേ ആരായിരിക്കും ഇവിടെ താമസിച്ചിട്ടുണ്ടാവുക? ഒരു പിടുത്തമില്ലല്ലോ. നോക്കാം. ഇതൊക്കെ എന്താ സാധനങ്ങൾ? അവരുടെ ആയിരിക്കും. പക്ഷേ ഞാൻ എടുത്ത് നോക്കി ശരിയാവോ? നോക്കാമല്ലേ. ഇതിൽ ഫുള്ള് മെഡിസിൻസ് ആണല്ലോ. മുന്നിൽ നിന്ന് പോലെ ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ എന്ത് മെഡിസിൻസാ? ഇത്രമാത്രം മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു അവർ. എനിക്ക് തോന്നുന്നു സ്റ്റോക്കായിരിക്കും. പക്ഷേ സ്ലീപ്പിംഗ് പിൽസൊക്കെ ആണല്ലോ. എന്തോ ദുരൂഹതയുണ്ട്. സ്ലീപ്പിംഗ് പിൽസൊക്കെ മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോ ആണോ? എന്തേലും ആവട്ടെ, നമുക്കിതിവിടെ വെച്ചേക്കാം. ഒരു ഡയറി വായിച്ചു നോക്കിയാൽ കുഴപ്പമാവോ?
പക്ഷെ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മുന്നേ താമസിച്ച ആള് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയല്ലോ ഈശ്വര. എന്താണൊക്കെ പൊട്ടിച്ച് നോക്കാം. സാരമില്ല. ഹായ്, നല്ല കവർ, കൊള്ളാം, എനിക്കിഷ്ടമായി. അടിക്കാനും തുറക്കാനും എളുപ്പമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ആളുടെ ആയിരിക്കും ഈ ഡയറി. മേ ബി അതായിരിക്കും ആളുടെ ഫോട്ടോ ആദ്യം വെച്ചേക്കുന്നത്. പക്ഷെ ഇതിൽ കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. ആളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ എടുത്ത് നോക്കി ശരിയാവോ? ഓ മൈ ഗോഡ്, വാവ്, ഷീ സോ ബ്യൂട്ടിഫുൾ. കൊള്ളാലോ. ഇതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഐ തിങ്ക് ഷീ എന്തൊക്കെ രസമുള്ള ആളാന്ന് തോന്നുന്നു. ആളുടെ നെയിം മിത്ര എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം, എന്തായാലും കിട്ടിയതല്ലേ. ഞങ്ങളൊന്നിച്ച് ഒത്തിരി ആഗ്രഹിച്ചെടുത്തൊരു യാത്രയായിരുന്നു ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് പോകുന്നത്. ഈ യാത്രയിൽ എനിക്ക് എത്തിച്ചേരാൻ പോകുന്ന സ്ഥലങ്ങളോടും സാഹചര്യങ്ങളോടും മനുഷ്യന്മാരോടും എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ സ്വപ്നങ്ങളെ ഇന്നെൻ്റെ അടുത്ത് നിന്ന് ഇല്ലാണ്ടായിരിക്കുന്നത്. ഈശ്വര, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവച്ചനെയും ലക്ഷ്മി അമ്മേനെയും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും? അവളില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവുക? എൻ്റെ ഭക്തി, അവളോട് ഞാൻ എന്ത് പറയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിത്യേച്ചി, ചേച്ചി എവിടെയായിരുന്നു? മോളെ ഭക്തി, ചേച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു? ചേച്ചി ഇത്ര നാളെ ചേച്ചിനെ കണ്ടിട്ട്. എടാ, ചേച്ചി അറിഞ്ഞാണ്ട് വരാതിരുന്നല്ലടാ. അവള് ദേവചനും ലക്ഷ്മിയമ്മയും അവരെന്നെ വിശ്വസിച്ചല്ലേ അവളെ. പക്ഷെ ചേച്ചി വാ, അങ്ങനെ മാറി നിന്നുകൊണ്ട് പോയവരാരും തിരിച്ചു വരില്ലല്ലോ. നമുക്ക് വീട്ടിൽ പോകാം, വാ. ഭക്തിയുടെ വാക്കുകൾ എനിക്ക് സമാധാനമായിരുന്നെങ്കിലും ആ വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ ദേവച്ചൻ്റെ ലക്ഷ്മി അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയത്തില്ല. അവളില്ലാതെ എങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരോടൊക്കെ എന്ത് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും? എൻ്റെ മിത്ര, അവളില്ലാതെ ഞാൻ എങ്ങനെ? ലക്ഷ്മി അമ്മേ, ദേവച്ച, ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവളില്ലാതെ ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അയ്യേ, ദേവച്ചൻ്റെ മോള് കരയാ. മിത്രേ, നിങ്ങൾ കയറുക. ലക്ഷ്മി, നമുക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനൊക്കെ കൊടുക്കും. അവിടെ മടുത്തല്ലേ ഒന്ന്? എനിക്കൊന്നും വേണമെന്നില്ല ദേവച്ച, എനിക്കൊന്ന് കിടന്നാൽ മതി. ഞാൻ റൂമിലേക്ക് പോയിക്കോട്ടെ. അത് പറഞ്ഞ് ശരിയാവില്ല. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ മോള്, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് കിടക്കുമ്പോഴത്തേക്കും ശരിയാവും. വാ. ലക്ഷ്മി അമ്മേ, അമ്മയ്ക്കും ദേവച്ചനും എന്നോടൊന്നും ചോദിക്കാനല്ലേ? നിങ്ങൾക്കൊന്നും അറിയണമെന്ന് ആഗ്രഹമില്ലേ അവളെ പറ്റി? അതോ നിങ്ങൾ എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണോ? നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യമില്ലേ? മോളെ നിൽക്കേ, അച്ഛനും അമ്മയും എന്തിനാ മോളോട് ദേഷ്യം നിൽക്കുന്നേ? മോളോട് ദേഷ്യം വെച്ചിട്ട് എന്തിനാണ്? പോയവരെ തിരിച്ചു വരില്ലല്ലോ. അവളിനി ഒരിക്കലും നമ്മളുടെ അടുത്ത് തിരിച്ചു വരില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രതീക്ഷ നീയായിരുന്നു. പക്ഷെ നിന്നെ കൊണ്ടും അതിന് പറ്റില്ലാതായപ്പോ ഇനി ഞങ്ങൾ എന്തിനാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്? അല്ലയോ, നീ എന്ത് തെറ്റ് ചെയ്തിട്ട്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം വിധിയും. അതിന്
അങ്ങനെ തന്നെ മനസ്സിലാക്കാനേ ഞങ്ങൾക്കിപ്പോൾ പറ്റുള്ളൂ. അതിൻ്റെ മെത്തയുടെ റൂമല്ലേ, എന്തിനാ ഇവരെ പൂട്ടിയിട്ടേക്കുന്നത്? ചെന്ന് നോക്കാം. മിത്ര, നീ എവിടെയോ? നിന്നെ കാണാതെ ഇവിടെ ആർക്കും പറ്റുന്നില്ല. നീ ഇല്ലാതെ ഇവിടെ ആർക്കും വയ്യ മോളെ. എനിക്ക് ഇവരോട് എന്ത് പറയണമെന്ന് അറിയില്ല. നമ്മളൊന്നിച്ച് ഇവർക്ക് സർപ്രൈസ് ആയിട്ട് വരുന്നതൊക്കെ പ്ലാൻ ചെയ്തിരുന്നല്ലേ. എനിക്ക് 1 വർഷം കഴിഞ്ഞു. നീ എൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ലടാ. നീ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല ഇത്രയും നാളെ ഞാൻ ജീവിച്ചു പോയെ. ഇവർക്കൊക്കെ ഞാനൊരു സമാധാനമായിരുന്നു. ഇപ്പോ ഞാനിവരോട് എന്ത് പറയുമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല മിത്രേ. ദേവേട്ട, എനിക്കിതൊന്നും കേൾക്കാനും കാണാനും ശക്തിയില്ല. എൻ്റെ മോള് അവിടെ നമ്മുടെ അടുത്തോട്ട് തിരിച്ചു വരുമോ? നമുക്കിനി അവളില്ലാണ്ട് എങ്ങനെ ദേവേട്ട? ഇത്രയും ദിവസം ഞാൻ നിത്യ വരുന്നത് നോക്കി കാത്തിരിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവളിലുണ്ടാവുമെന്ന് വിചാരിച്ചു. മിത്രേ മോളെ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റുന്നില്ലടാ. എനിക്കറിയില്ല. നിനക്കൊരു കാര്യം അറിയോ? നീ പോയതിൽ പിന്നെ എനിക്ക് മനസ്സമാധാനത്തോടെ 1 ദിവസം പോലും കഴിയാൻ പറ്റിയിട്ടില്ല. നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മിത്ര. പിന്നെ നിന്നെ ഞാൻ അവസാനമായിട്ട് കണ്ട നിമിഷം എൻ്റെ കണ്ണിൽ പോകുന്നില്ലടാ. പക്ഷെ ഒരു വാക്ക് ഞാൻ നിനക്ക് തരാം. നിന്നെ ഇല്ലാതാക്കി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. തീർക്കും ഞാൻ. മതി ഇനി ഇരുന്ന് സങ്കടപ്പെടാൻ സമ്മതിക്കത്തില്ല. അതെ, എന്നിട്ട് വന്നേ. അച്ഛനും അമ്മയും പുറത്തിരുന്ന് കരയുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി മോളെ ഭക്തി. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്തു. എൻ്റെ നിത്യേച്ചി, ഞാൻ ഇനി എന്താ ചേച്ചിയോട് പറയാ? ചേച്ചിക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ റൂം പൂട്ടിയിരുന്ന എന്തിനെന്നറിയോ? വേറൊന്നിനുമല്ല, ചേച്ചിക്ക് ശേഷം അച്ഛനും അമ്മയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയറി വരുന്നേ. അവർക്ക് ഇതന്നെ പരിപാടി. എനിക്കറിയാം. മിത്രേച്ചി പോയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ചേച്ചി ഇനി തിരിച്ചു വരില്ല ഉറപ്പാണ്. പക്ഷേ അത് റിയലൈസ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷന് നമ്മുടെ കയ്യിലല്ല. എനിക്ക് സങ്കടമില്ലാന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ചേച്ചി ഇല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാനും കൂടെ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നിന്നാൽ അച്ഛനും അമ്മയും അവര് പിന്നെ ആരെ നോക്കുക? ചേച്ചി പോയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പിന്നെ നാളെയല്ലേ ചേച്ചിക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യണ്ടേ? അപ്പോൾ
നാളെ നമ്മൾ പുതിയ ജോലിക്ക് കയറും. ഓക്കെ, ഇനിയിപ്പോൾ കരച്ചിലും വേണ്ട, ഒന്നും വേണ്ട. നമ്മളിനി കാര്യം അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സിലെടുത്ത് നമുക്കിനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചേച്ചി. ഓക്കെ, അന്ന് രാത്രി കഴിഞ്ഞു പോയത് എൻ്റെ നാളത്തെ നല്ലൊരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ആഹാ, അമ്മയുടെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്നെ കാണാൻ ശരിക്കും ഇപ്പം സീതയെ പോലെ തന്നെയുണ്ട്. കപ്പോട് തുറന്നപ്പോൾ അമ്മയുടെ സാരി കിട്ടിയ അന്മേ, അതാ ഞാൻ പിന്നെ ഇതെടുത്തെടുത്ത്. അത് ഏതായാലും നന്നായി, കുഴപ്പമില്ല. എൻ്റെ മോള് സന്തോഷമായിട്ട് ജോലിക്ക് പോയിട്ട് കേട്ടോ, നീ പേടിക്കണ്ട. പക്ഷെ മോളെ സൂക്ഷിക്കണം, എന്തുണ്ടെങ്കിലും നീ വിളിക്കണം. ആ, ഇതാര്? എൻ്റെ നിത്യമോളോ? നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ മോളെ. നീ ഇനി വിഷമങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട. നമ്മൾ ഇനി തൊട്ടൊരു പുതിയ ജീവിതം തുടങ്ങുക. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി വിഷമിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സൂക്ഷിച്ചു പോകണം കേട്ടോ. എന്തുണ്ടെങ്കിൽ വിളിക്കണം. ആ, അത് തന്നെ, എന്തുണ്ടെങ്കിലും വിളിക്കണം. പിന്നെ ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം. എന്ത് വലിയ കമ്പനിയാ, ഇവിടെ ആരെ ഞാൻ കാണണ്ടേ? എക്സ്ക്യൂസ് മീ, ഐ എം നിത്യ. എനിക്ക് ഇവിടെ നിന്നൊരു ജോയിനിങ് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാമിൻ്റെ ക്യാബിനകത്തായിട്ട് വരുന്നേ, ഉള്ളിലേക്ക് വന്നോളൂ മാം. ഇതാണ് സൈൻ ചെയ്തോളൂ മാം. ഇനി മാമിൻ്റെ ക്യാബിലേക്ക് അകത്തോട്ട് പോവാം കേട്ടോ. ലിയ, തൻ്റെ കാര്യം അറിഞ്ഞു? നമ്മുടെ ധ്രുവ സാറിനൊരു PR വന്നിട്ടുണ്ട്. പേഴ്സണൽ സെക്രട്ടറി. യെസ്, ഞാനും കേട്ടു. പക്ഷെ അധിക ദിവസം നാളെ ഇവിടെ ഉണ്ടാവില്ല. അയാളുടെ മുരട്ട സ്വഭാവത്തിലല്ലേ, 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പൊക്കോളും. അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പെക്ടേഷനൊന്നുമില്ല. പക്ഷെ ആൾ മുന്നേ ഇത് ജോലി ചെയ്തിട്ടുണ്ട്, എന്ത് ഡോക്ടർ മറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. യെസ്, ഞാനും അത് കേട്ടു. പക്ഷെ അത്രയും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് പിന്നെ എന്തിനാ ആൾ വീണ്ടും ഇങ്ങനൊരു ജോലിക്ക്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തോ ഒരു, പക്ഷെ ആൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണ്. ലിയ, നീ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. തന്നെ കൊണ്ട് പറ്റും, ട്രൈ ചെയ്ത് നോക്ക്, ആൾ പറയും. എക്സ്ക്യൂസ് മീ മാം, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഓഫ് കോഴ്സ് വന്നോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അയ്യോ മാം, ലിയ. മാം വരുന്നതിന് മുന്നേ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഓക്കെ. യെസ് ലിയ, ഞാനും കേട്ടിരുന്നു. എനിക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ തൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എടോ, ഈ ആളെങ്ങനെയുണ്ട്? നല്ല ആളാണോ? സാർ അടിപൊളിയൊക്കെ മാം, പക്ഷേ ഹാൻഡിൽ വിത്ത് കെയറാണ്, കയ്യിൽ നിന്ന് പോയി തീർന്നു. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ കുഴപ്പമൊന്നുമില്ല മാം, മാം പേടിക്കൊന്നും വേണ്ട. ഓ, അങ്ങനെയല്ലേ, ഞാനും കേട്ടിരുന്ന ആൾ കുറച്ച് കലിപ്പനാണെന്നൊക്കെ. ഓക്കെ, കുഴപ്പമില്ല, താങ്ക്സ് ഡാ. ഓക്കെ, താങ്ക് യു ലിയ, ബൈ. ഓ എൻ്റെ ഈശ്വരാ, ഞാനിനി അങ്ങേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പോകാൻ പറ, വരുന്ന വഴിക്ക് ചെയ്യണം. ഇല്ല, എന്തായാലോ തനിക്ക് വല്ല അറിയാൻ പറ്റുമോ? എന്നെ അറിയാൻ, ഞാൻ ഉള്ള കള്ളം മൊത്തം പറഞ്ഞിട്ട് പോകുന്നു. എടി ദുഷ്ടേ, പാവണ്ടത്. പിന്നല്ലാണ്ട് ഞാൻ അനുഭവിച്ചല്ലേ, കുറച്ച് പുള്ളിക്കാരും കൂടെ അനുഭവിക്കട്ടെ.
നീ എന്തെടുക്കുക? നിന്നോട് ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മ ഞാനൊന്നും എടുക്കില്ല. അമ്മ എന്തെടുക്കുമായിരുന്നു? എല്ലാം കഴിച്ചോ? നിന്റെ സൗണ്ട് എന്താ വല്ലാണ്ടിരിക്കുന്നേ? നീ കരയായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഏയ്, ഞാൻ കരയൊന്നുമല്ലമ്മ. എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ സൗണ്ടാണല്ലോ ഇടറിയിരിക്കുന്നത്. അമ്മ കരയായിരുന്നോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ? അമ്മ ഓക്കെ അല്ലേ? അച്ഛനവിടെ? ഏട്ടന്മാർ വന്നോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല പൊന്നു. നീ എന്തങ്ങനെ ചോദിച്ചേ? നീ പോയിട്ട് എനിക്ക് എന്തോ പോലെ ഉണ്ട്. എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. ഞാൻ പിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എൻ്റെ മോളെ വിഷമിക്കണ്ട. അമ്മ പിന്നെ വിളിക്കാട്ടോ. ശരി. ജൂനേട്ടൻ്റെ ജീനി മോളെ എന്തെടുക്കാണ് ഇവിടെ? ടി വി കാണാണോ? കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ മനുഷ്യ തോന്നുന്നേ? എൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കരുത്. അതിനിപ്പം ഞാനെന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മേശപ്പുറത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പോയി തിന്നാൻ നോക്കും. എനിക്കിത് മതി. ഞാനിത് കഴിച്ചോളാം. മനുഷ്യൻ, നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരമുണ്ടോ? അല്ലെങ്കിൽ പൊന്നു പറഞ്ഞാൽ ശരിയാ, അപ്പുറത്തെ ഗ്രേസിയോട് നിങ്ങൾക്ക് എന്തോ ഒരു ചാഞ്ചാട്ടമുണ്ട്. എൻ്റെ പൊന്നിയേനി, എനിക്കങ്ങനെയൊന്നുമില്ലേ. അന്നതൊക്കെ വെറുതെ പറഞ്ഞല്ലേ. നീ അത്ര സീരിയസ് ആക്കി എടുത്തോ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നെ പറയാൻ പോയതില്ലോ. അന്നേ ഓഫനേജ് ആയിട്ട് നിങ്ങളുടെ പുറകെ വന്ന് എന്നെ വേണം പറയാൻ. അന്നത്തെ മാഫിയ ജോൺ അബ്രഹാം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ മതി മതി മതി. ഇപ്പം നിന്റെ പ്രശ്നം പൊന്നുമല്ലേ? നമുക്ക് അവളെ കാണാൻ പോകാം. തൽക്കാലം നീ ക്ഷമിക്കുക. നമുക്ക് പോവാട്ടോ. ഇനി അതിൻ്റെ പേരിലൊരു സങ്കടം വെച്ചിട്ടുള്ള ജീനി മോള് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് പോകാവേ. ഈ ജീനി മമ്മി വായിക്കാനുള്ള മൂടുള്ളൂ. എന്നാലും ഇത്രയ്ക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന ആളാരായിരിക്കും? അത്രയ്ക്ക് ടെററാണോ? ഷോ, ഹായ് ഗായ്സ്. ഏകദേശം ഇതിൻ്റെ ഫസ്റ്റത്തെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഈ സ്റ്റോറി എങ്ങോട്ട് പോയാലും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഒരുപാട് സസ്പെൻസും ത്രില്ലിങ്ങും ഇമോഷൻസും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സ്റ്റോറി ആട്ടോ ഇത്. സോ അതിൻ്റേതായ രീതിക്ക് തന്നെ എല്ലാവരും എടുക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് മീൻസ് BTS ഒരിക്കലും ഇതൊരു റിയൽ അല്ല. ഇതിൻ്റെ ഇമാജിനേഷൻസ് മാത്രമാണ്. ഇതിന് ആ ഒരു സ്റ്റോറിന് അതിൻ്റെ രീതിക്ക് തന്നെ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ തന്നെ കാണാവുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ആരാണെന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കമൻറ്റ് ബിലോയെ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഇനി മെച്ചപ്പെടുത്താനുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി നല്ലതാണെന്ന് തോന്നിയാലും എന്തുണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യണേ. ശരി, ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.